കാക്കനാട് ജയിലിന് മുന്നിൽ നിന്ന് നിതിൻ സേവ്യർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. കാക്കനാട് ജയിലിന് മുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സോക്കോൾഡ് ബോബി ഫാൻസ് അവിടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചതറിഞ്ഞ് എത്തിയ ആരാധകർ, അനുയായികളാണോ ആ കാണുന്നത്? തീർച്ചയായും ദിവ്യ, ബോച്ചയെ സ്വീകരിക്കാം. ബോച്ച ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളാണ്. അതായത് ഫാൻസ് ഉണ്ട്, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ട്. ഒപ്പം തന്നെ മുൻപ് അദ്ദേഹം നടത്തിയ ചില ഫിജി കാട്ട് അടക്കമുള്ള ചില പരിപാടികളുണ്ടായിരുന്നു, അതിലെ ആളുകളുണ്ട്. പിന്നീട് മറ്റൊരു വിഭാഗം ആളുകൾ ഈ മെൻസ് അസോസിയേഷന്റെ ആളുകളാണ്. ഇവരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാനായിട്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ വലിയ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ഓർഡർ നിലവിൽ മെയിൽ വഴി ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ നിയമ നടപടിക്രമങ്ങളകത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഓർഡർ എത്തി അവിടെ നിന്നുമാണ് ഇത് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അതിവിടെ ഓർഡർ നേരിട്ട് ഇവിടെ എത്തിച്ച ശേഷമാകും ബോബി ചെമ്മണ്ണൂരിനെ ഇറങ്ങുന്നത്. ഏകദേശം ഒരു മണിക്കൂറിനകത്ത് തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും 6 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകത്ത് പുറത്തിറങ്ങും വലിയ ആൾക്കൂട്ടം ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. ഇനിയും അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രതിഷേധം അല്ലെങ്കിൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുതൽ പോലീസുകാരെ ഇവിടെ ജില്ലാ പോലീസ് ക്യാമ്പിൽ നിന്നും ഇങ്ങോട്ട് ഇപ്പോൾ നിയോഗിച്ചിട്ടുമുണ്ട്. തന്നെയാണ്. ശരി, നിതിനിലേക്ക് മടങ്ങിയെത്താം. 6 ദിവസത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാകുന്നത്. ഇപ്പോൾ 6 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ് കോടതി. കോടതിയുടെ ഉത്തരവിലെ പരാമർശങ്ങൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, അവരുടെ രൂപത്തെക്കുറിച്ച് വിലയിരുത്താൻ ആർക്കും അധികാരമില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഒഴിവാക്കേണ്ടത് തന്നെയാണ്. നിങ്ങളൊരു സ്ത്രീയെ അവളുടെ രൂപം കൊണ്ട് വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് അവളെ നിർവചിക്കുന്നതല്ല, അത് നിങ്ങളെ തന്നെ വിലയിരുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് അത് ശരിയല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്.